My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 172ാമത്തെ എപ്പിസോഡിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാക്കസിസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. ഇത് പാമ്പിൻ്റെ വിഷത്തിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന ഒരു ഔഷധമാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷതകളിലേക്കും മനോനിലകളിലേക്കും ശാരീരിക ഘടനകളിലേക്കും ശരീരപ്രവർത്തനങ്ങളിലേക്കുമൊക്കെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു ഔഷധമാണ്. ഇതിനെക്കുറിച്ച് വളരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ നിരവധി സങ്കീർണ രോഗാവസ്ഥകളെ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ കെൻ്റ് വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായ ഭാഷയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ലാക്കസിസ് ഈസ് എ ഫ്രീക്വൻ്റ്ലി ഇൻഡിക്കേറ്റഡ് റെമഡി ആൻഡ് വൺ ദാറ്റ് യു വിൽ നീഡ് ടു സ്റ്റഡി മച്ച് ഇൻ ഓർഡർ ടു നോ ഹൗ ടു യൂസ്. അപ്പോൾ സാധാരണയായി പതിവായി സൂചിപ്പിക്കപ്പെടുന്ന ഒരു ഔഷധങ്ങളിൽ ഒന്നാണ് ലാക്കസിസ്. വൺ ദാറ്റ് യു വിൽ നീഡ് ടു സ്റ്റഡി മച്ച്, കൂടുതൽ ധാരാളമായി പഠിക്കേണ്ടുന്ന ഒരു ഔഷധമാണ്. എന്തുകൊണ്ടാണ്? ഇൻ ഓർഡർ ടു നോ ഹൗ ടു യൂസ്, എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാൻ. ഈ ഒരു വാചകത്തെ ശ്രദ്ധാപൂർവം പരിഗണിക്കണം. നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ മെഡിക്ക വെച്ച് പഠിക്കുന്നുണ്ടാവാം, മറ്റൊന്ന് രണ്ട് മെറ്റീരിയൽ മെഡിക്കൽ റെഫർ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ എല്ലാ ഔഷധങ്ങളെയും, അതുമല്ലെങ്കിൽ ലാക്കസിസ് പോലുള്ള പ്രധാനപ്പെട്ട ഔഷധങ്ങളെങ്കിലും കൂടുതലായി പഠിക്കണം. മച്ച് സ്റ്റഡി മച്ച്, കൂടുതൽ പഠിക്കണം. എന്തിനാണ്? ഇൻ ഓർഡർ ടു നോ ഹൗ ടു യൂസ് ഇറ്റ്, എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ. അപ്പോൾ സാധാരണ വെറുതെ ഒരു പഠനം കൊണ്ട് അതിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നില്ല. മരുന്നുകളുടെ ലക്ഷണങ്ങൾ, അതിൻ്റെ പൊതുസ്ഥിതി, അതിൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കാം. പക്ഷെ എങ്ങനെ ഉപയോഗിക്കണം, ഹൗ ടു യൂസ് ഇറ്റ്, അതാണ് ഇതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ട്. നിങ്ങളുടെ പ്രൊഫഷണൽ ഓപ്പറേറ്റീവ് പാർട്ട് എന്ന് വെച്ചാൽ ഹൗ ടു യൂസ് യുവർ മെറ്റീരിയ മെഡിക്ക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ മച്ച് സ്റ്റഡി മച്ച്, കൂടുതൽ പഠിക്കണം. ആ കൂടുതൽ പഠനത്തിലുള്ള സഹായിയാണ് ഈ പുസ്തകം, കെൻറ്റിൻ്റെ പുസ്തകം. നമ്മൾ ഓരോ മരുന്നുകളെക്കുറിച്ചും വായിച്ചറിഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാവും നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടുന്നുണ്ട്. സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിവുകൾ, സൂക്ഷ്മമായ ചില ആസ്പെക്ട്സിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് അവയിലേക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലാക്കസിസ് സീംസ് ടു ഫിറ്റ് ദ ഹോൾ ഹ്യൂമൻ റേസ്. മൊത്തം മാനവരാശിക്ക് യോജിക്കുന്നതാണ് ലാക്കസിസ്. മാനവരാശിയുടെ മൊത്തം അവസ്ഥകളോട് ചേർന്ന് വരുന്ന ഔഷധങ്ങളൊന്നാണ് ലാക്കസിസ്. ഫോർ ദ റേസ് ഇസ് പ്രെറ്റി വെൽ ഫിൽഡ് അപ്പ് വിത്ത് സ്നേക്ക് ആസ് ടു ഡിസ്പോസിഷൻ ആൻഡ് ക്യാരക്ടർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാനവരാശിക്ക് മൊത്തം യോജിക്കാൻ കാരണം? ഈ മാനവരാശി നിറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു? സ്നേക്ക്, സർപ്പത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സർപ്പത്തെ കൊണ്ട് എങ്ങനെയാണ്? ആസ് ടു ഡിസ്പോസിഷൻ, അതിൻ്റെ പ്രകൃതം കൊണ്ടും, മാനവരാശിയുടെ പ്രകൃതം കൊണ്ടും, ആൻഡ് ക്യാരക്ടർ, സ്വഭാവം കൊണ്ടും. അതായത് പ്രകൃതം കൊണ്ടും സ്വഭാവം കൊണ്ടും മാനവരാശി ഈ സർപ്പകുലത്തോട് ചേർന്ന് നിൽക്കുന്നു. അല്ലെങ്കിൽ മാനവരാശിയിൽ ഈ സർപ്പത്തിൻ്റെ സ്വഭാവങ്ങൾ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഭാഷയിൽ തന്നെ പറയില്ലേ, സർപ്പത്തെ പോലെ, സർപ്പ സ്വഭാവം, മൂർഖത്വം എന്നൊക്കെ പറയും. പുരാണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സർപ്പങ്ങൾ മനുഷ്യരൂപികളായി വന്ന, ദേവതകളായി വന്ന കഥകളും മറ്റുമുണ്ട്. സർപ്പ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സർപ്പങ്ങളെ പോലെ ജാഗരൂകരായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന സർപ്പ സ്വഭാവം ആസ് ടു ഡിസ്പോസിഷൻ ആൻഡ് ക്യാരക്ടർ, പ്രകൃതത്താലും സ്വഭാവത്താലും മനുഷ്യകുലത്തിൽ ഒരു സർപ്പത്തിൻ്റെതായിട്ടൊരു ആസ്പെക്റ്റ്, വിഷപ്പാമ്പുകളുടേതായിട്ടൊരു ആസ്പെക്റ്റ്, ആ ഒരു വിഷ സ്വഭാവം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് മാനവരാശിക്ക് തന്നെ ഫിറ്റിംഗ് ആയിട്ടുള്ള ഔഷധമാണ് ലാക്കസിസ് എന്ന് കെൻറ്റ് പറയാൻ കാരണം. ആൻഡ് ദിസ് വെനം ഓൺലി കോസസ് ടു അപ്പിയർ ദാറ്റ് വിച്ച് ഈസ് ഇൻ മാൻ. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഈ ലാക്കസിസ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല. എന്താണ്? മനുഷ്യന് മാനവരാശി, മാനവരാശിയിൽ ഉള്ളതെന്തോ അതിനെ
അപ്പിയർ ചെയ്യാൻ സഹായിക്കുന്നു. ഒരു പ്രൂവിങ് എടുക്കുന്നു. ഒരു പ്രൂവിങ് നടത്തുമ്പോൾ ആ വ്യക്തിയിൽ, ഒരു പ്രൂവറിൽ, ഹൈപ്പർ സെൻസിറ്റീവ് മനുഷ്യനിൽ എന്തുണ്ടോ, അത് മാനവരാശിയിൽ എന്തുണ്ടോ അതെല്ലാം മനുഷ്യനുള്ളത്, അതിനെ പുറത്തു കൊണ്ടുവരാൻ, അപ്പിയർ ചെയ്യാൻ, അതിനെ പ്രകടമാക്കാൻ സഹായിക്കുന്നു ലാക്ടോസിസ്. അപ്പോൾ മാനവരാശിയിലുണ്ട്. അത് നേരത്തെ പറഞ്ഞത് ആസ് ഡിസ്പോസിഷൻ ആൻഡ് ക്യാരക്ടർ, പ്രകൃതത്താലും സ്വഭാവത്താലും മാനവരാശിയിലുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരുന്നു. ഇനി അടുത്തതായി ഇങ്ങനെ എവിടെ പുറത്തു വന്നിരിക്കുന്നോ, ഒരു രോഗാവസ്ഥയിൽ, ഒരു മോർബിഡ് കണ്ടീഷനിൽ, ഒരു സോറിക് കണ്ടീഷനിൽ, അങ്ങനെ എന്തെങ്കിലും മാസ്മറ്റിക് കണ്ടീഷനിൽ ഒരാളിൽ ഈ സർപ്പസ്വഭാവം എവിടെ പ്രകടമായിരിക്കുന്നുവോ അതിന് അത് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് സിമിലേഴ്സ് അതിനെ ഹീൽ ചെയ്യുകയും ചെയ്യും. അതാണ് ലാക്ടോസിസ്. We will first give a survey of the general symptoms, those which characterize the remedy and are of greatest importance, and the circumstances under which the symptoms appear, are brought out or are aggravated. അപ്പോൾ ജനറൽ സിംറ്റംസിനെ കുറിച്ചുള്ള പഠനം ആരംഭിക്കാം. അതായത് എന്താണ് ജനറൽ സിംറ്റംസ് എന്ന് വെച്ചാൽ ആ മരുന്നിനെ തനിമയുള്ളതാക്കുന്നത്, ക്യാരക്ടറൈസ് ചെയ്യുന്നത്, ആൻഡ് ആർ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ്, ആ മരുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആൻഡ് ദ സർക്കംസ്റ്റാൻസ് അണ്ടർ വിച്ച് ദ സിംറ്റംസ് അപ്പിയർ, ലക്ഷണങ്ങൾ ഏതേത് സാഹചര്യങ്ങൾ പുറത്തു വരുന്നു. ഇന്ന ലക്ഷണങ്ങളുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏതൊക്കെ സാഹചര്യങ്ങളിൽ പുറത്തു വരുന്നു, കാലാവസ്ഥാപരമായിട്ട് മറ്റു പല കാര്യങ്ങളിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ള പ്രധാനമാണ്. ഓർ ആർ അഗ്രവേറ്റഡ്, എപ്പോൾ അത് അഗ്രവേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ പുറത്തു കൊണ്ടുവരുന്നതും അഗ്രവേറ്റ് ചെയ്യുന്നതും ഒരു കാര്യത്തിൻ്റെ ആസ്പെക്ട് തന്നെ. ഒന്ന് പുറത്തു കൊണ്ടുവരുന്നു, പുറത്തു കൊണ്ടുവരുന്നതിന് ഒരു ഹയർ ഡിഗ്രിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഒന്നുകിൽ പുറത്തു കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അഗ്രവേറ്റ് ചെയ്യുന്നു. രണ്ടും ഒരേ കാര്യം തന്നെ, വ്യത്യസ്ത ഡിഗ്രികളിൽ അത് പ്രവർത്തിക്കുന്നു എന്നർത്ഥം. One who is a constitutional lactose patient will find himself suffering from an aggravation of his symptoms in the spring. സ്പ്രിംഗ് കാലത്ത്, സ്പ്രിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ വസന്തം. വസന്തം എല്ലാവർക്കും അറിയാവുന്നതാണ്, പൂക്കൾ ഒക്കെ വിരിയുന്ന കാലം. പക്ഷേ ഈ ഋതുക്കളെക്കുറിച്ച് പറയുമ്പോൾ, സീസൺസിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ, ഭാരതീയ സാഹിത്യത്തിൽ, ഇപ്പോൾ കാളിദാസൻ്റെയൊക്കെ കൃതികളിൽ ഋതുക്കളൊന്നും നിറയുന്നുണ്ട്. പക്ഷെ ആ ഋതുക്കൾ നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ അത് കൃത്യമായിട്ട് ചേരണമെന്നില്ല. കാരണം വിശാലമായ ഇന്ത്യയെ പോലെ വിശാല രാജ്യത്ത്, ഇപ്പോൾ കെന്റ് പറയുന്ന അതിനേക്കാൾ വിശാലമായ US-ൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിരവധി കാലാവസ്ഥാ മേഖലകളുണ്ട്. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല അതിനെ. വസന്തം എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാലാവസ്ഥ ഇത് നമ്മുടെ മരുന്നുകൾ പ്രൂവ് ചെയ്ത സ്ഥലത്തെ കാലാവസ്ഥ, കെന്റ് പറയുന്ന സ്ഥലത്തെ കാലാവസ്ഥ, അല്ലെ ബോണിങ്ങോസൺ പറയുന്ന ഫ്രാൻസിലെ കാലാവസ്ഥ, ഹാനിമാൻ പറയുന്ന ജർമ്മനിയിലെ കാലാവസ്ഥ ഒക്കെ വ്യത്യസ്തമാണ്. ഇവിടെ അത് കെന്റത് വിശദീകരിക്കുന്നുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ തക്ക വിധം. When he goes out from the cold weather to the milder weather, and especially is that so if it is mild and rainy or cloudy weather, അതായത് ഒരു തണുത്ത കാലാവസ്ഥയിൽ നിന്നും തണുപ്പ് കുറഞ്ഞൊരു കാലാവസ്ഥ, മൈൽഡർ വെതർ, അത് US-ൽ സംഭവിക്കും. US-ൽ അങ്ങനത്തെ കാലാവസ്ഥയുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലും ചില സാഹചര്യങ്ങൾ അങ്ങനെ കാലാവസ്ഥയുണ്ട്. കാരണം വളരെ സ്റ്റീപ്പ് കോൾഡ് ഒരു ക്ലൈമാറ്റിക് പീരീഡുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റീപ്പ് കോൾഡ് ഇല്ല. ചുരുക്കം ചില പ്രദേശങ്ങളിൽ ചില സമയങ്ങളിലല്ലാതെ കടുത്ത ശൈത്യമില്ല. അപ്പോൾ നമുക്കൊരു സാമാന്യമായൊരു തണുത്ത കാലം, അതായത് ഒക്ടോബറിൽ തുടങ്ങി ഫെബ്രുവരിയിൽ അവസാനിക്കുന്ന ഒരു കാലം, ഞാൻ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് മാർച്ച്, ഏപ്രിൽ ആ ഒരു സമയം, അതായത് ആ തണുപ്പിൽ നിന്നും ചൂടിലേക്ക് മാറുന്ന സമയം. ആ സമയത്ത് നമുക്കറിയാം പല സാധാരണഗതിയിൽ പൂക്കാത്ത പലതും പൂക്കുന്ന സമയമാണത്. നമുക്കിവിടെ മറ്റൊരു പൂക്കാലമുണ്ട്, ഓണക്കാലം. നമ്മളെ പൂക്കാലം ശരിക്കും ഓണക്കാലമാണ്. അപ്പോൾ ഫ്ലവേഴ്സ് ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓണക്കാലമാണ്. ആ കടുത്ത മഴയൊക്കെ കഴിഞ്ഞ് ചെടികളെല്ലാം തഴച്ചു വളർന്ന് പുഷ്പിക്കുന്ന കാലം. പക്ഷെ വേനലിൽ നോക്കുക, പല പുഷ്പങ്ങളും വേനൽക്കാലത്താണ് ഭംഗിയായിട്ട് വളരെ മനോഹരമായ പുഷ്പങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ ഉള്ളി വംശത്തിൽപ്പെട്ട ചില ചെടികൾ, അത് മറ്റെല്ലാ കാലങ്ങളിലും ഡോർമെൻ്റായിട്ട് കിടക്കും. വേനൽക്കാലമാകുമ്പോൾ അതൊരു ഷൂട്ട് മേലേക്ക് വരുന്നു, പൂവുണ്ടാകുന്നു. റോസാപുഷ്പങ്ങൾ, പല പുഷ്പങ്ങൾ നല്ല കൊടും വെയിലിലും വേണ്ടത്ര വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായി പുഷ്പിക്കും.
അപ്പോൾ ആ തരത്തിലുള്ള നമ്മൾ ഓണക്കാലമായിട്ട് ഇതിനെ നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. ആ തണുപ്പ് കഴിഞ്ഞ് വരുന്ന നേരി ചൂട് വരുന്ന ഒരു കാലം. ഇവിടെ ചൂടാണെങ്കിലും ചുരുക്കം ചില പ്രദേശങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പാലക്കാട്, പുനലൂർ അങ്ങനെ ചില ഈ ചുരങ്ങളുള്ള മേഖല ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വലിയ ചൂടും വലിയ തണുപ്പും വരുന്നില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടം ഇനി ആ ഒരു കാലാവസ്ഥ അല്ലെങ്കിലും അതിനെ മറ്റൊരു തരത്തിലും കൂടി എന്ത് പറയുന്നുണ്ട്. ഓർ ഇഫ് ഹി ഗോസ് ഫ്രം എ കോൾഡ് ഇൻ ടു എ വാമർ ക്ലൈമറ്റ് ദ സിംറ്റംസ് ഓഫ് ലാക്കിസ് വിൽ കം ഔട്ട്. ഇനി അങ്ങനെയല്ല, ഒരു ചൂടുള്ള ഒരു തണുപ്പുള്ള ഒരു അവസ്ഥയിൽ നിന്നും, ഇപ്പോൾ ക്ലൈമറ്റ് എന്നുള്ളത് കാലാവസ്ഥ എന്ന് എടുക്കണമെന്നില്ല, ഒരു തണുപ്പുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ദീർഘകാലം ഒരു തണുപ്പുള്ള ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് ഒരു ചൂടുള്ള അവസ്ഥയിലേക്ക്, വാമർ ക്ലൈമറ്റിലേക്ക് വരുന്നു. ആ ഒരു സമയത്തും സിംറ്റംസ് ഓഫ് ലാക്കിസ് വിൽ കം ഔട്ട്. അപ്പോൾ ആ തരത്തിൽ ജാഗ്രതയോടെ മനസ്സിലാക്കണം. നമ്മൾ ഈ മെറ്റീരിയ മെഡിക്കയിലുള്ള ഈ വിവരണത്തെ അതേപടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിങ്ങൾ കേസ് എടുക്കുമ്പോൾ അത് കൺഫ്യൂഷനായിട്ട് വരും. ഈ ഫ്ലവേഴ്സ് ബ്ലൂം, വാം, മൈൽഡ്, റൈനി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാകുകയൊന്നുമില്ല. ആ ഒരു സമയത്ത് ഇവിടെ അങ്ങനെ മഴ ചുരുക്കമായിട്ട് മാത്രമേ ചില പ്രദേശങ്ങളിൽ മഴയൊക്കെ പെയ്യുള്ളൂ. നമ്മൾ അങ്ങനെ ധരിച്ചാൽ മതി. നമ്മളുടെ തണുപ്പ് കാലം മാറിയിട്ട് ചൂട് വരുന്ന ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ ഒരു സമയം. ദ വാം സൗത്ത് വിൻഡ് എക്സൈറ്റ് ദ ലാക്കിസ് സിംറ്റംസ്. ഇതും നമുക്ക് ബാധകമല്ല. ചൂടുള്ള തെക്കൻ കാറ്റ്, നമുക്കങ്ങനെ തെക്കൻ കാറ്റ് തന്നെ കേരളത്തിലില്ല. അങ്ങനെ ചൂടുകാറ്റുമില്ല. ചൂടുകാറ്റ് പിന്നെയും ഞാൻ നേരത്തെ പറഞ്ഞ ചുരം പ്രദേശങ്ങളിൽ, വാളയാർ ചുരം, ആര്യങ്കാവ് ചുരം, ആ പ്രദേശങ്ങളിൽ അതും വാളയാർ ചുരത്തിലാണ് കൂടുതലും ചൂടുകാറ്റ് വരുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്തത് പറയാൻ പറ്റില്ല. ദ സിംറ്റംസ് ഓഫ് ലാക്കിസ് ആർ വേഴ്സ് ഇൻ എൻറ്ററിങ് സ്ലീപ്പ്. മറ്റൊന്ന്, ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലാക്കസിൻ്റെ ലക്ഷണങ്ങൾ മോശമായി തുടങ്ങുന്നു. ഉണർന്നിരിക്കുമ്പോഴുള്ള ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഉറക്കം കൊണ്ട് ആളുകൾക്ക് പൊതുവേ ഒട്ടുമിക്ക അവസ്ഥകളിലും ശമനമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഉറക്കം കൊണ്ട് വർദ്ധിക്കുന്ന ചുരുക്കം ചില റെമഡികളിലൊന്ന് ലാക്കിസ് ആണ്. അത് തന്നെ വളരെ പ്രൊമിനൻറ്റുമാണ്. ഹി മേ ഹാവ് ഫെൽറ്റ് നത്തിങ് ഓഫ് ഹിസ് സിംറ്റംസ് വെൻ അവേക്ക്. ഉണർന്നിരിക്കുമ്പോൾ അയാളുടെ ലക്ഷണങ്ങളൊന്നും അനുഭവിക്കണമെന്നില്ല. ബട്ട് വെൻ സ്ലീപ്സ് കംസ് ഓൺ ദർ അറൗസ്ഡ്. ഉറക്കം വരുമ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം ഉണരുന്നു. പാമ്പിൻ്റെ സ്വഭാവം എടുക്കുക, ഒരു പാമ്പിൻ്റെ സ്വഭാവം കൂടിയാണ്. മനുഷ്യർ ഉറങ്ങുമ്പോഴാണ് ഈ പാമ്പുകൾ ഇറങ്ങി നടക്കുന്നത് കൂടുതലും. മനുഷ്യർ ഉറങ്ങുമ്പോഴാണ്. ഇനി അല്ലാതെ പാമ്പുകൾ ഇറങ്ങി നടക്കുന്നത് കടുത്ത ചൂടുകാലത്താണ്. അതും ഈ പറയുന്ന ക്ലൈമറ്റിൻ്റെ അഗ്രവേഷൻ ടൈമായിട്ട് ഒരു സാദൃശ്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലാണ്. ഒരു 10 മണിയായി. ഇപ്പോൾ തന്നെ ടെമ്പറേച്ചർ 30 ഡിഗ്രിക്ക് മേലെത്തി. ഉച്ച കഴിയുമ്പോൾ 40-ലേക്ക് എത്തും. ഈ ഒരു സമയത്ത് പകലുറങ്ങുന്ന, മാളങ്ങളിൽ ഉറങ്ങുന്ന പാമ്പുകൾക്ക് പോലും അതിനെ മാളത്ത് ഇരിക്കാൻ പറ്റില്ല. മണ്ണ് ചുട്ടുപഴുത്തിരിക്കും. നമ്മൾ അന്തരീക്ഷ താപനിലയൊക്കെ കൂടുതലായിരിക്കും ഉച്ച സമയത്ത് മണ്ണിലെ താപനില. അപ്പോൾ ഈ മാളങ്ങളിൽ ഉറങ്ങിയിരിക്കുന്ന പാമ്പുകൾ പുറത്തിറങ്ങും. ഈ പുറത്തിറങ്ങി ഈ പാമ്പുകൾ അപകടം ഉണ്ടാകും. അപ്പോൾ സാധാരണഗതിയിൽ പാമ്പുകൾ മനുഷ്യൻ ഉറങ്ങുമ്പോൾ പുറത്തിറങ്ങുന്നു. അതുപോലെ മനുഷ്യൻ ഉറങ്ങുമ്പോൾ സിംറ്റംസും പുറത്തു വരുന്നു. ആ ഒരു സാദൃശ്യം ചിലപ്പോൾ യാദൃശ്യമായിരിക്കാം, അത് ശ്രദ്ധേയമാണത്. ആൻഡ് ദ ഗ്രാജുവലി ഇൻക്രീസ് ആസ് ദ സ്ലീപ്പ് ഈസ് പ്രൊലോങ്ഡ്. ഉറക്കത്തിന് നീളം കൂടുന്നതോറും ഈ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു, ലാക്കിസിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു. സോ ദാറ്റ് എ വെരി ലോങ് സ്ലീപ്പ് വിൽ അഗ്രവേറ്റ് ഓൾ ദ സ്റ്റേജ് ആൻഡ് കണ്ടീഷൻ ഓഫ് എ ലാക്കിസ് പേഷ്യൻറ്റ്. വളരെ നീണ്ട ഉറക്കമാണെങ്കിൽ ലാക്കിസിൻ്റെ എല്ലാ ലക്ഷണങ്ങളെയും അത് വർദ്ധിപ്പിക്കും. ഉറക്കത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് കണ്ടീഷൻ ഓഫ് അഗ്രവേഷൻ എന്നർത്ഥം. ആൻഡ് വെൻ അവേക്കനിങ് ഫ്രം സ്ലീപ്പ് ഹി ലുക്സ് ബാക്ക് ഓൺ ദാറ്റ് സ്ലീപ്പ് വിത്ത് സോറോ. ഉറക്കത്തിന് ഉണർന്നു കഴിയുമ്പോൾ തൻ്റെ ഉറക്കത്തെക്കുറിച്ച് അയാൾ ദുഃഖിക്കുന്നു, ഉറക്കത്തെക്കുറിച്ച് അയാൾ ഖേദിക്കുന്നു. സാധാരണ മനുഷ്യർ നല്ല ഉറക്കം കിട്ടി അതിൽ സന്തോഷിക്കുമ്പോൾ ലാക്കിസ് പേഷ്യൻ്റ് തൻ്റെ ഉറക്കത്തെക്കുറിച്ച് ഖേദിക്കുന്നു. അതാണ് അവസ്ഥ. ദ സ്ലീപ്പ് ഹാസ് ബീൻ ഡിസ്റ്റർബ്ഡ് ബൈ അറ്റാക്സ് ഓഫ് സഫക്കേഷൻ ആൻഡ് ബൈ ഓഫുൾ ഡ്രീംസ്. ശ്വാസം മുട്ടലുകൊണ്ടും വളരെ പ്രയാസപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കൊണ്ടും അയാൾ ഉറക്കം ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. ആൻഡ് നൗ ആഫ്റ്റർ ഹാവിംഗ് സ്ലെപ്റ്റ് എ ലോങ് ടൈം ഹി അറൗസസ് വിത്ത് ഡ്രെഡ്ഫുൾ ഹെഡേക്ക്. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായ തലവേദന, വിത്ത് പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പ്, മെലങ്കളി, ദുഃഖം,
സങ്കടം, ഖേദം, വിത്ത് സോറോസ് ഫ്രം ഹെഡ് ടു ഫുട്ട്. അടിമുടി സങ്കടം, മനസ്സിലും ശരീരത്തിലും അനുഭവപ്പെടുന്ന സങ്കടം. ഹിസ് ബോഡി ഈസ് ഫുൾ ഓഫ് സഫറിങ് ആൻഡ് ഹിസ് മൈൻഡ് സീൻസ് നോ ബ്രൈറ്റ്നസ് ഇൻ എനിത്തിങ്. ശരീരം മുഴുവൻ സഹനമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അയാളുടെ മനസ്സിൽ അയാൾക്കൊരു സന്തോഷമില്ല, ഒന്നിലും സന്തോഷം കാണാൻ സാധിക്കുന്നില്ല. സാധാരണ മനുഷ്യന് സന്തോഷം കൊടുക്കുന്ന ഒന്നിലും അയാൾക്ക് സന്തോഷം കാണാൻ പറ്റില്ല. എല്ലായിടത്തും അയാൾക്ക് സങ്കടവും ദുഃഖവും ഖേദവും മാത്രമേ അയാൾ കാണുന്നുള്ളൂ. ഒന്നും അയാൾക്ക് പ്രകാശമാനമല്ല, ഒന്നിനും അയാൾക്ക് പ്രകാശം കാണുന്നില്ല. എല്ലാം ദുഃഖത്തിൻ്റെ ഒരു മൂടുപടത്തിലാണ്. ദർ ഇസ് എ ക്ലൗഡി സ്റ്റേറ്റ്. അതാണ് ക്ലൗഡി സ്റ്റേറ്റ് ആണത്. അതായത് ഈ മഞ്ഞുകാലം പൊതുവെ ബ്രൈറ്റർ സ്കൈസാണ്, പൊതുവെ ബ്രൈറ്റ് സ്കൈസാണ്. കാരണം ഈ വിൻ്റർ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അന്തരീക്ഷ മർദ്ദം കൂടിയിരിക്കുന്ന സമയമാണ്. അന്തരീക്ഷ മർദ്ദം കൂടിയിരിക്കുമ്പോൾ ഈ മേലെ ക്ലൗഡ് ഫോർമേഷൻ നടക്കില്ല, മേലിൽ ക്ലിയർ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അടുത്ത മഞ്ഞുകാലം വരുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ നമ്മളുടെ ഒക്ടോബർ മുതൽ ജനുവരി ഫെബ്രുവരി വരെയുള്ള സമയത്ത് പൊതുവെ മഴയൊക്കെ ഉണ്ടാകും, എന്നാൽ പോലും പൊതുവെ നീലാകാശം കൂടുതൽ കാണുന്ന സമയമാണ്. പക്ഷേ വേനൽക്കാലം വരുമ്പോഴേക്കും മേഘങ്ങൾ വരും, വെളുത്ത മേഘങ്ങൾ വരും, വെളുത്ത ക്ലൗഡ്സ് വരും. ദർ ഇസ് എ ക്ലൗഡി സ്റ്റേറ്റ്, സാഡ്നെസ്, ദുഃഖം, മെലങ്കളി, ഇൻസൈൻ നോഷൻസ്, ഭ്രാന്തമായ വിചാരങ്ങൾ, വിംസ്, ജലസി, ഓരോരോ ചിന്തകൾ, ഭാവനകൾ, അസൂയ, സസ്പീഷൻ, സംശയം. മനസ്സാകെ കലുഷിതമാണ്. എന്തൊന്നില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനസ്സ്. When taking a warm bath or applying warm water to places that are inflamed, his mental symptoms are aggravated. ശരീരത്തിൽ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ, നീർക്കൊട്ടുള്ള സ്ഥലങ്ങളിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പൊതുവെ ആളുകൾക്ക് ശമനമാണ് പൊതുവെ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. രോഗിയുടെ മാനസിക ലക്ഷണങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിൽ നീർക്കെട്ടും മറ്റും പ്രയാസമുള്ള സ്ഥലങ്ങളിൽ ചൂട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നു. After warm baths or after getting warmed up, or if he becomes chilled from being out in a cold day and then goes to a warm room, the symptoms come on. പൊതുവെ ചൂടാകുമ്പോൾ തണുപ്പിൽ പുറത്തു പോയി, തണുപ്പുള്ള വെസ്റ്റേൺ കൺട്രീസ് ആണെങ്കിൽ തണുപ്പിൽ പുറത്തു പോയി അകത്ത് ചൂടിലേക്ക് വരുമ്പോൾ, ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ, ചൂട് പിടിക്കുമ്പോൾ, നേരത്തെ വരെയാണ് തണുപ്പ് കാലാവസ്ഥയിൽ നിന്നും ചൂട് കാലാവസ്ഥയിലേക്ക് വസന്തത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെയാണ് ലാക്ടോസിസിൻ്റെ പ്രശ്നങ്ങൾ പുറത്തു വരുന്നത്. ഇതുപോലെ തന്നെയാണ് പകൽ സമയവും രാത്രിയായാലും മാളങ്ങളിൽ നിന്നും പാമ്പുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഞങ്ങളുടെ നാട് വിഷപ്പാമ്പുകൾ ധാരാളമുള്ള നാടാണ്. ഇപ്പോൾ ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ പലതരം വിഷസർപ്പങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കയറി വരാറുണ്ട്. ഇത് വേനൽക്കാലത്താണ് കൂടുതൽ. മാളത്തിലിരിക്കാൻ പറ്റാതെ ചൂടാകുമ്പോൾ ഇത് പുറത്തു വരും. വേനൽക്കാലത്താണ് പാമ്പ് കടി കൂടുന്നത്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ സ്റ്റാറ്റിക്കൽ സ്റ്റഡീസ് ഉണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ യാദൃശ്ചികമായിരിക്കാം. ആഫ്റ്റർ ഗോയിങ് ഇൻ ടു വാം ബാത്ത്സ്, പാൽപിറ്റേഷൻ കോമൺ. ഒരു ചൂട് കുളി പാസ്സാക്കി കഴിഞ്ഞാൽ നെഞ്ചിടിപ്പ് തുടങ്ങുന്നു. ഇറ്റ് സീംസ് ആസ് ഇഫ് ഹിസ് ഹെഡ് വുഡ് ബസ്റ്റ്. തല പൊട്ടിത്തെറിക്കുമെന്ന് തോന്നും. ഹിസ് ഫീറ്റ് ബിക്കം കോൾഡ്. കാല് തണുക്കുന്നു. ആൻഡ് ഹി ഷോക്ക്ഡ് ഓൾ ഓവർ. ശരീരം മുഴുവൻ ആകെ ഞെട്ടല്, ഷേക്കിംഗ് സെൻസേഷൻ, പൾസേഷൻ ഓൾ ഓവർ, ആകെ വിങ്ങല്. ഓൾ ഫീബിൾ ഹാർട്ട്. ഹൃദയമാകെ ശക്തി കുറഞ്ഞ് ശുഷ്കമായതുപോലെ, തളർന്നതുപോലെ. ഫെയിൻറ്റിങ് ഇൻ എ വാം ബാത്ത്. ചൂടുകുളി നടത്തിക്കഴിഞ്ഞാൽ ഫെയിൻറ്റ് ചെയ്ത് പോകുന്നു, ബോധക്ഷയം വരുന്നു. ഗേൾസ് സംടൈംസ് ഫെയിൻറ്റ് വെൻ ഗോയിങ് ടു എ വാം ബാത്ത്. പെൺകുട്ടികൾ ഒരു ചൂടുകുളി നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് മോഹാലസ്യം വരുന്നു. ദ പേഷ്യൻറ്റ് മേ ബി കോൾഡ് ആൻഡ് ചില്ലി. ദ വാം ബാത്ത് റൂം ഇൻക്രീസ് ഓർ ബ്രിങ് ഔട്ട് ദ സിംറ്റംസ്. ഒരു ചില്ലി പേഷ്യൻ്റ് ആയിരിക്കാം. അവർക്ക് സാധാരണ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടേണ്ടതാണ്. പക്ഷേ ആ ചൂട് കിട്ടുമ്പോൾ ആ ഒരു ചില്ലി പേഷ്യൻറ്റിനും പ്രയാസങ്ങളാണ്. അയാളുടെ ലക്ഷണങ്ങൾ പുറത്തു വരികയാണ് ചെയ്യുന്നത്, ശമിക്കുകയല്ല. ദ ജനറൽ ആസ്പെക്ട് ഓഫ് ദ പേഷ്യൻറ്റ് ആൻഡ് ദ ലൊക്കാലിറ്റീസ് വിൽ പോയിന്റ് സംടൈംസ് ടു ലാക്ടോസിസ്. ഈ പേഷ്യൻറ്റിൻ്റെ ജനറൽ ആസ്പെക്ട് എടുത്താലും ചില ലൊക്കാലിറ്റീസ് എടുത്തു നോക്കിയാലും ലാക്ടോസിസിനെ കുറിച്ചുള്ള സൂചന കിട്ടും. അപ്പോൾ ദ ഫേസ്, അതിൻ്റെ ഉദാഹരണമാണ് മുഖത്ത്. എന്താണ്? ഇറ്റ്സ് ആൻ അപ്പിയറൻസ് ഓഫ് ആങ്സൈറ്റി, ഓഫ് അൺറസ്റ്റ് ആൻഡ് ഡിസ്ട്രസ്. ഒരുതരം അസ്വസ്ഥതയും ഡിസ്ട്രസ്, വല്ലാത്ത പ്രയാസവും ഉത്കണ്ഠയും ഒക്കെ അയാളുടെ മുഖത്ത് കാണാം.
ദ സ്പേസ് ഇസ് സ്പോട്ടഡ് ഓർ പർപ്പിൾ ആൻഡ് ദ ഐസ് ആർ എൻഗോർജ്ഡ്. മുഖത്ത് സ്പോട്ടഡ്, മുഖത്ത് പുള്ളിക്കുത്തുക വരുന്നു, പർപ്പിൾ വരുന്നു, ഒരു എന്താ പറയുക, ഒരു വയലറ്റ് നിറം, ഒരു നീല കളർന്ന അല്ലെങ്കിൽ ചുവപ്പ് കളർ നിറം വരുന്നു. ഇതൊക്കെ ഒരു ഫെയറർ കോംപ്ലക്ഷനിൽ ഇത് കാണുള്ളൂ. നമ്മുടെ ബ്രൗണിഷ് കോംപ്ലക്ഷനിൽ, നമ്മുടെ ഏഷ്യാറ്റിക് കളറിലൊന്നും ഇതൊന്നും അങ്ങനെ കാണുന്നില്ല. ഏതായാലും നമ്മൾ മുഖം വിവരണമായെന്നൊക്കെ പറയില്ലേ, മുഖഭാവം മാറിപ്പോകുന്നു, ചുവക്കുന്നു, അങ്ങനത്തെ അവസ്ഥ. എൻഗോർജ്, കണ്ണിലൊക്കെ വെള്ളമെന്ന് പറയുന്നു. ഐസ് ലുക്ക് സസ്പീഷ്യസ്, സംശയാലുവിൻ്റെ കണ്ണുപോലെ. കണ്ണുകളിൽ പല ഭാവങ്ങൾ നിറയും, സംശയാലുവിൻ്റെ കണ്ണുകൾ പോലെ. ഇഫ് ദർ ഈസ് എൻ ഇൻഫ്ലെയിംഡ് സ്പോട്ട് ഇറ്റ് ഈസ് പർപ്പിൾ. എവിടെയെങ്കിലും സ്പോട്ടിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതിൽ പർപ്പിൾ കളർ, ഒരു വയലറ്റ് കളർ വരുന്നു. ഇഫ് ദർ ഈസ് ആൻ ഇൻഫ്ലെയിംഡ് ഗ്ലാൻഡ് ആൻഡ് ലാക്കസ് ഈസ് ഫുൾ ഓഫ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്ലാൻഡ്സ്. അപ്പോൾ ലാക്കസിൽ എല്ലാത്തരം ഗ്ലാൻഡുകളിലും ഇൻഫ്ലമേഷൻ ഉണ്ട്. ആൻഡ് സെല്ലർ ടിഷ്യൂല് വന്നാൽ ദർ ഇസ് എ പർപ്പിൾ ഓർ മോട്ടിൽഡ് അപ്പിയറൻസ്. അങ്ങനെ ഒരു സെല്ലുലർ ടിഷ്യൂസിലോ ഗ്ലാൻഡ്സിലോ വന്നാൽ അത് ലാക്കസിൽ ധാരാളം ഉണ്ട് താനും. അവിടെ പർപ്പിൾ ഓർ മോട്ടിൽഡ് അപ്പിയറൻസ്, അതായത് ഒരു നിറം മാറ്റം വരുന്നു, പുള്ളിക്കുത്തുകളൊക്കെ വരുന്നു എന്നർത്ഥം. ഇഫ് ദർ ഈസ് ആൻ അൾസറേഷൻ, ദ അൾസറേഷൻ ബ്ലീഡ്സ് ബ്ലാക്ക് ബ്ലഡ്. ഇനി അൾസറേഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് കറുത്ത രക്തം പുറത്ത് വരുന്നു, കറുത്ത രക്തം വരും ലാക്കസിൽ. വിച്ച് സൂൺ കൊയാഗുലേറ്റ്സ് ആൻഡ് ലുക്സ് ലൈക്ക് ചാർഡ് സ്ട്രോ. ഈ കറുത്ത രക്തം പെട്ടെന്ന് കട്ട പിടിക്കും. അതെങ്ങനെയായിരിക്കുന്നത്? വൈക്കോൽ കരിഞ്ഞതുപോലെ. വൈക്കോൽ കരിഞ്ഞ് എങ്ങനെ കിടക്കുന്നു അങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു മനുഷ്യനിൽ നിന്നും സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന ചില പ്രാഥമിക അറിവുകളുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ കണ്ണു തുറന്ന് കാണുമ്പോൾ കിട്ടുന്ന ചില കാഴ്ചകൾ, അറിവുകളുമുണ്ട്. ഇതൊക്കെ ഇന്നിപ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. അത് പുതിയ തലമുറയിൽ വൈക്കോൽ കണ്ടവർ എത്ര ഉണ്ടാവും, ഇനി വൈക്കോൽ കത്തിക്കിടക്കുന്നത് കണ്ടവർ എത്ര ഉണ്ടാവും. നമ്മളെ കാഴ്ചകൾ കുറവാകും. ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക. നമ്മൾ ഇപ്പോൾ മധ്യവയസ്സിലെത്തി ഞാനടക്കമുള്ളവരുടെ അവസ്ഥ, നമ്മൾ പുറലോകം കാണുന്ന എത്രയോ കുറവാണ്. നമ്മൾ യാത്ര ചെയ്യുന്നു, വീട്ടിലിരിക്കുന്നു, നമ്മളെ കണ്ണുകൾ സ്ക്രീനിലാണ് കൂടുതൽ സമയം, മൊബൈൽ ഫോണിൽ, TV സ്ക്രീനിലൊക്കെയാണ്. ഒരു യാത്ര ചെയ്യുന്നു, ട്രെയിനിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ പോലും നമ്മൾ പുറം കാഴ്ചകൾ കാണാൻ മടിയാണ്, നമ്മൾ സ്ക്രീനിലാണ്. അങ്ങനെ സ്ക്രീനിൽ ഇരിക്കുന്നതുകൊണ്ട് ഗുണങ്ങളുണ്ടെന്നല്ല, നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോയും സ്ക്രീനിൽ കാണേണ്ട ഒരു സാധനം തന്നെയാണ്. പക്ഷേ പുറം കാഴ്ചകൾ കാണാൻ പറ്റുമ്പോൾ കഴിയുന്ന യാത്രകളിൽ നമ്മൾ കണ്ണ് തുറന്ന് കാണുക. അതിന് ആരോഗ്യപരമായിരുന്നു. നിങ്ങൾ ജീവശാസ്ത്രം പഠിക്കുന്നവരാണ്. നമ്മുടെ കണ്ണുകളുടെ ഘടന ലോങ് സൈറ്റിലുള്ളതാണ്, വായനക്ക് പോലും ഉള്ളതല്ല, ദീർഘകാഴ്ചയ്ക്ക് വേണ്ടി. എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം എനിക്ക് ചെറുപ്പത്തിലുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ജനറൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. നമ്മളെ കണ്ണുകൾ വാസുതൻ്റെ ലെൻസും നമ്മുടെ നേത്രഗോളവും ഒക്കെ നോക്കിയാൽ ദൂരക്കാഴ്ചകളോ, പക്ഷെ നമ്മളത്രയും കാഴ്ച കാണുന്നില്ല. അപ്പോൾ കൂടുതലും നമ്മൾ ഏറ്റവും അടുത്ത് ക്ലോസപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിൻ്റെ അളവ് വല്ലാതെ കുറയുന്നുണ്ട്. നമ്മൾ ഈ മെറ്റീരിയൽ പഠിക്കുക, അതൊക്കെ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച സാധനങ്ങളാണ്. 1, 1.5, 2 നൂറ്റാണ്ടിന് മുമ്പ് എഴുതി വെച്ച പുസ്തകങ്ങളാണ്. ഇതിലിങ്ങനെ ചില കാര്യങ്ങളിൽ ഈ പ്രകൃതിയിൽ നിന്നും സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന ചില ദൃശ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതിനെ ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ടി വരും. ചാർഡ് സ്ട്രോ, ഹൗ ഇറ്റ് ലുക്ക് ലൈക്സ്, ഗൂഗിൾ കാണിച്ചു തരും. അങ്ങനെയെങ്കിലും കണ്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് കരിഞ്ഞ വൈക്കോൽ കിടക്കുക എന്നുള്ളത്. ഒരു നഗരത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ, വിദ്യാർത്ഥികളിൽ കുറേ പേരെങ്കിലും നഗരത്തിൽ ജനിച്ചു വളർന്നുണ്ടാവും. അവരൊന്നും ഒരു വൈക്കോൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പാടമോ അല്ലെങ്കിൽ വൈക്കോൽ കത്തിച്ചോ കണ്ടു കാണാൻ വഴിയില്ല. അപ്പോൾ അത് കൃത്യമായൊരു നേച്ചർ, ലാക്കസിൻ്റെ ബ്ലാക്കിഷ് ബ്ലീഡിങ് എളുപ്പം കൊയാഗുലേറ്റ് ചെയ്ത് എങ്ങനെ കിടക്കുന്നു എന്നതിനെക്കുറിച്ചൊരു ചിത്രം, അത് നിങ്ങളായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഫ്രം ദ വൂൺസ് ദർ ഈസ് മച്ച് ബ്ലീഡിങ്. മുറിവുകളിൽ നിന്നും നല്ല രക്തസ്രാവമുണ്ട്. സ്മോൾ വൂൺസ് ബ്ലീഡ് മച്ച് ലൈക്ക് ഫോസ്ഫറസ് ആൻഡ് ക്രിയോസോട്ട്. ഇത് ഇറ്റാലിക്സാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ മുറിവുകളോടും വലിയ രക്തസ്രാവം ഉണ്ടാക്കുന്നു. അവിടെ 2 സാദൃശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഫോസ്ഫറസും ക്രിയോസോട്ടും. എ പ്രിക്ക് ഓഫ് എ പിൻ വിൽ ഊസ് ഗ്രേറ്റ് ഡ്രോപ്സ് ഓഫ് ബ്ലഡ്. ഒരു സൂചി കൊണ്ടൊന്ന് കുത്തിയാൽ മതി. ഇപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാനും മറ്റുമൊക്കെ, ഇലക്ട്രോണിക് മീറ്റർ വെച്ച് ചെക്ക് ചെയ്യാനൊക്കെ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ വലിയൊരു തുള്ളി വരും. അത്ര പെട്ടെന്ന് ബ്ലീഡിങ് വരുമെന്നർത്ഥം.
അൾസേഴ്സ് ഈറ്റിൻ, ഒരു വ്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിങ്ങനെ മാംസത്തെ തിന്ന് വലുതാവും. ഹാവ് ഫോൾസ് ഗ്രാനുലേഷൻസ്, ശരിയായ ഗ്രാനുലേഷൻ ഉണ്ടാകുന്നില്ല, കപടമായ പൊറ്റ പിടിക്കലാണ്. ആർ പ്യൂട്രിഡ്, ബ്ലീഡ് ഈസിലി, ദുർഗന്ധമുണ്ട്, പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടാകുന്നു. ആൻഡ് ദ ബ്ലഡ് ഈസ് ബ്ലാക്ക്, അങ്ങനെ വരുന്ന രക്തസ്രാവം കറുത്ത നിറത്തിലുള്ളതാണ്, വ്രണങ്ങളിൽ നിന്ന് വരുന്ന കറുത്ത രക്തസ്രാവം. മറ്റു പല മരുന്നുകളും ഉണ്ട്. ആൻഡ് ഓൾ റൗണ്ട് ദ അൾസറേഷൻ ദർ ഇസ് എ പേർപ്പിൾ മോട്ടിൽ അപ്പിയറൻസ്. ഇനി ഈ അൾസറേഷന് ചുറ്റും ഒരു പർപ്പിൾ, ഒരു പിങ്ക് കളറിലുള്ള മോട്ടിൽഡ് പുള്ളിക്കുത്തുകളുള്ള ഒരു അപ്പിയറൻസ് വ്രണത്തിന്റെ ചുറ്റും. ലുക്കിംഗ് ആസ് ഇഫ് അബൌട്ട് ബിക്കം ഗാംഗ്രസ്, ഇത് ഗാംഗ്രസ് കണ്ടീഷൻ വരാൻ പോവുകയാണോ, പഴുത്ത് ആ പ്രദേശം ആകെ നശിക്കാൻ പോവുകയാണോ, ജീവനുള്ള കലകളിൽ നിന്നും അത് മാറി നശിക്കാൻ പോവുകയാണോ എന്ന് നമുക്ക് തോന്നും. ആ തരത്തിലുള്ള നിറമാറ്റങ്ങൾ, പുള്ളിക്കുത്തുകളുണ്ടാകുക. ഓഫൺ ഗാംഗ്രിൻ ഡസ് കം, പലപ്പോഴും ഈ ഗാംഗ്രിൻ വരിക തന്നെ ചെയ്യുന്നു. ഗാംഗ്രിൻ ഓഫ് പാർട്സ് ദാറ്റ് ഹാവ് ബീൻ ഇഞ്ചുവേർഡ്, മുറിവേറ്റ ഭാഗങ്ങളിൽ ഗാംഗ്രിനസ് കണ്ടീഷൻ. സ്ലോയിങ് വിത്ത് ഗ്രേറ്റ് ഒഫൻസീവ്നെസ്, വല്ലാതെ ദുർഗന്ധത്തോടുകൂടി ഈ ഭാഗം വിട്ടുപോകുന്നു, പഴുത്ത് അടർന്നു പോകുന്നു. നമ്മൾ നേരത്തെ ഔഷധം കണ്ടിട്ടുണ്ട്, കുഷ്ഠരോഗത്തിലൊക്കെ വരുന്ന പോലെ. ദ വെയിൻസ് ബിക്കം വെരിക്കോസ്, വെരിക്കോസ് വെയിൻസ് ഉണ്ട്. ദ പാർട്സ് ടേൺ ബ്ലാക്ക് ആൻഡ് സ്ലോ, ശരീരത്തിന്റെ ഭാഗങ്ങൾ കറുത്ത നിറം വന്നിട്ട് വിട്ടുപോകുന്നു. ദർ ആർ ഫൗണ്ട് അപ്പോൺ ദ ലിംസ് ഹാവിംഗ് ദ അപ്പിയറൻസ് ഓഫ് ദ വെരിക്കോസ് വെയിൻ ദാറ്റ് കം ആഫ്റ്റർ ജസ്റ്റേഷൻ. അപ്പോൾ ലിംസിലും ഒക്കെ ഈ കൈകാലുകളൊക്കെ വെരിക്കോസ് കണ്ടീഷനുണ്ട്. എൻലാർജ്മെന്റ് ഓഫ് ദ വെയിൻസ് ഈസ് എ പ്രൊമിനന്റ് കണ്ടീഷൻ ഓഫ് ലാക്കസിസ്. ലാക്കസിസിന്റെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് എൻലാർജ്മെന്റ് ഓഫ് വെയിൻസ്, സിരകളുടെ വലുതാകൽ, സിരകൾ വലുതാകൽ, അതിൽ നിന്നൊക്കെ ബ്ലീഡിങ്ങും ഇട്ടുപോകലും ഒക്കെ. അപ്പോൾ ഇതൊക്കെ സാധാരണ ഒത്തിരി ആളുകളിൽ കാണുന്ന അവസ്ഥകളാണ്. ലാക്സ് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഔഷധമാണെന്ന് അതിൻ്റെ പ്രാരംഭത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഈ പരമ്പര ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതിനി അറിയാത്തവരെ ഈ പരമ്പരയെക്കുറിച്ച് പരിചയപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.